മുൻഗാമികൾ ഇതിൽ ഇപ്പൊ നിങ്ങൾ കണ്ട ഈ രേഖകൾ അവർ കണ്ടിട്ടുണ്ടാവും, അതിന്റെ ന്യായങ്ങളും അവർ കണ്ടിട്ടുണ്ടാവും. അതോടൊപ്പം അവര് ചെയ്യുന്നതായ സംഗതികൾ നമ്മൾ രേഖകൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന് രേഖയില്ലാന്ന് പറഞ്ഞ് തള്ളാനും പാടില്ല. ആരാണ് ഇവരൊക്കെയുള്ളതോ മഹാന്മാരാവുന്ന മഷായിഖന്മാര്, മഹാനാവുന്ന ഇമാം നബി തന്നെ നമുക്കറിയാം. അവര് ചില ഊന്നാക്കുമ്പോൾ അതിന്റെ അവയവങ്ങളിൽ ചെല്ലപ്പെടുന്ന ചില ദുആകളുണ്ട്. അവയവങ്ങളിൽ കൈകൊണ്ട് തടയുമ്പോൾ അതിന് ഞാൻ കളഞ്ഞു എന്ന് മൂപ്പര് പറഞ്ഞു. അതിന്റെ കാരണം പറഞ്ഞ് ഇതിലാ അസലിൽ പോകും. അപ്പൊ അത്രമാത്രം ശ്രദ്ധിച്ചവരാണ്. അടിസ്ഥാനമുള്ള സംഗതികൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവര് പറഞ്ഞതായ സംഗതികൾ അടിസ്ഥാനം ഇല്ലാതെ പറഞ്ഞത് അടിസ്ഥാനം ഇല്ലാതെ തന്നെയാണ്. അതുകൊണ്ടുള്ള വളരെ ധൈര്യത്തിൽ പറഞ്ഞിട്ട് പോകുന്നത് അടിത് സഹിക്കണം. അതാണ് എന്റെ മധുരവ് പത്തുറുപ്പൂരിന്റെ വാക്കാണ്. ഒഴിപ്പിന്റെ തുറന്ന് എന്റെ മധുരവിൽ പറഞ്ഞാൽ സഹിയായ ഹദീസിന്റെ മേലിൽ മാത്രമേ എന്റെ ഹദീസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഇതിൽ ഏതെങ്കിലും ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകളൊക്കെ ബഹുമാനപ്പെട്ടവർ കണ്ടതാണ്. ആ ഹദീസുകളേക്കാൾ ഈ ഹദീസുകൾ പ്രതീക്ഷിക്കാവുന്നതായ അതിന്റെ മാർഗങ്ങളും ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാതെ സഹിയായ ഹദീസിന്റെ എതിരിലായിക്കൊണ്ട് സഹിയായ ഹദീസുകളല്ലാത്ത ഒന്നിനും മൂപ്പർ മസ്ഹബിലേക്ക് അടിസ്ഥാനമായി കൊണ്ട് മൂപ്പർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്നതുപോലെ മഹാന്മാരാകുന്ന മുൻഗാമികൾ അവർ ചെയ്യുന്നതായ സംഗതികൾ, ഇതാണ് നമ്മുടെ അടിസ്ഥാനം. അവർ ചെയ്യുന്ന സംഗതികൾ അതിന് നമ്മൾ പരിശോധിച്ചു ഇത് രേഖ കണ്ടിട്ടില്ലെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറയാൻ പാടുന്നത്. അപ്പൊ മുൻഗാമികളുടെ ആ നിലപാടുകളുണ്ട്, അവർക്കുള്ളതായ ആ ചര്യകൾ, അവർ ജീവിതത്തിൽ പകർത്തിയതായ ഉന്നതമാകുന്ന സ്വഭാവ ഗുണങ്ങൾ അത് പകർത്താൻ തയ്യാറാവണമെന്നാണ് തങ്ങളാണ് പറയുന്നത്. എന്റെ അർത്ഥത്ത് ഇത്രയും വലിയ അഷ്റഫുൽ ഖൽഖാവുന്ന എല്ലാ പൂർണ്ണതയിലും എത്തപ്പെട്ട മനുഷ്യൻ അങ്ങനത്തെ റസൂലുള്ളാഹിനോട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതൊരു ദാഴിയാണെങ്കിലും ഏതൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും അവൻ ചെയ്യേണ്ടത് എന്താ? നീന്റെ സംഘടനയാകുമ്പോൾ ആ സംഘടനയുടെ മുൻഗാമികളാവുന്നതായ ആളുകൾ അവർക്കുള്ളതായ ജീവിത രീതി, അവർക്കുള്ളതായ സ്വഭാവ ഗുണങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് ജീവിതത്തിൽ പഠിക്കും. അവർ ചെയ്ത സംഗതികൾക്ക് നമ്മൾ ലക്ഷ്യം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറയാൻ പാടുള്ളതല്ല. അവർ ചെയ്യുന്നതിന്റെ എതിരിൽ നമ്മൾ ലക്ഷ്യം കണ്ടാൽ ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചെയ്ത സംഗതികൾ ശരിയല്ലാന്ന് പറയാൻ പാടുള്ളതല്ല. ആ ലക്ഷ്യങ്ങൾ അവരും കണ്ടതാണെന്നാണ്. അവർ കണ്ടതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന ആ സംഗതി എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇല്ല അസലല്ല പോകുന്ന അസലില്ലാതെ അസലില്ലാതെ പറയുക. അവരൊക്കെ കയ്യൂപന്നതുവ കാലുപന്നതുവ പൂർവ്വന്നതുവ കാലാടിപ്പന്നതുവ ഒക്കെ പറഞ്ഞോടെ അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ലതല്ലേ കുഴപ്പം. അള്ളാഹുമായിട്ടും ഷായിയോ ബസരിയോ എന്നാളുമൊക്കെ കാലാടിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇമാം നബി തങ്ങൾ പറഞ്ഞിട്ട് മുകളിൽ ഇതിന്റെ അസുഖം. അപ്പൊ ഓരോ സംഗതികൾക്കും അടിസ്ഥാനം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവരെല്ലാം പറഞ്ഞു. അപ്പൊ എന്നതുപോലെ സംഘടനയിൽ നമ്മൾ എപ്പോഴും സംഘടന വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എതിരിൽ ഇവിടെ ഈ പ്രസ്ഥാനക്കാർ, ഇവിടെ കള്ളത്തിന്റെ തൊക്കുകാർ, ഇവരൊക്കെ അതിന് യഥാർത്ഥ ദീനിനെ വികലമാക്കുന്ന നിലക്കുള്ള ആശയാദർശങ്ങളുമായിട്ടാണ് അവരൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്, അവരൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ എതിരിൽ ശബ്ദിക്കാന്നുള്ളത് ഇനി ശബ്ദിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധമാവുന്ന ദീന് അതിന്റെ തനതായ രൂപത്തിൽ, അതാണ് മുൻഗാമികൾ ആ ചെയ്തത് എങ്ങനെയാണോ അതൊക്കെ അതേ നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ടിട്ട് ഇവിടെ അത് നിലനിൽക്കണം. അത് നമ്മൾ പരിശോധിച്ചോ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് പലത് പുതിയത് കണ്ടു കാണുന്നുണ്ട്. ഇതിലൊന്നും രക്ഷിക്കാൻ പറഞ്ഞ് തള്ളാൻ പാടില്ല എന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ടിട്ട് അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടന ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടന. ഈ സംഘടന വളരെ നല്ല നീയത്തോടുകൂടി ഇഖ്ലാസോടുകൂടി അവർ സ്ഥാപിച്ചതാണ്. ആ സംഘടന അത് ഇവിടെ നിലനിൽക്കേണ്ട കാലം, അതായത് ഖിയാമത്ത് വരെ ആ ദീനോടെ നിലനിൽക്കേണ്ട കാലത്തോളം ഈ സംഘടന ഇവിടെ നിലനിൽക്കണം. ഈ ദീനിന്റെ സംരക്ഷണമാണ് ഈ സംഘടന. അതാണ് ബഹുമാനപ്പെട്ട ആലിമുദ്ദീൻ മുസ്ലിയാർ നമ്മൾ അവരവരുടെ ജീവിതത്തിൽ വളരെയധികം അത് ശ്രദ്ധിച്ചു. സംഘടനയുടെ മുൻഗാമികളാക്കേണ്ട ഇവിടെ അധികം വന്നപ്പോൾ മുഷാവർക്കൊക്കെ അധികം വരുമ്പോൾ നമ്മളൊക്കെ അധികം വരുമ്പോഴൊക്കെ അവിടെ പോയി സിയാർത്ത് ചെയ്യിക്കാം. മഹാനാവുന്ന ഷെഫിലന്റെ സാന്നിധ്യത്തോട് മുമ്പനങ്ങനല്ല. ഇവിടെ മുഷാവർക്ക് വരുന്നതിന് മുമ്പായിട്ട് അവിടെ പോയി ആദ്യം സിയാർത്ത് ചെയ്യും. അധിക സമയത്ത് സിയാർത്ത് ചെയ്യും. അപ്പൊ മഹാന്മാരോടുള്ള ആ ബന്ധമാണ്. അത് അവരോടുള്ളതായ അവരുടെ പൂർണ്ണമാവുന്ന മതത്തുകൾ ഉണ്ടായാലേ സംഘടനയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മളെ സഹായം ഉണ്ടാവുള്ളൂ. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലത്ത് തുറന്നു പോകാൻ അവകാശമില്ലാന്നതാണ്. അപ്പൊ ആ നിലക്ക് അവരുടെ മുൻഗാമികളെ മുഴുവനും പരിഗണിച്ചുകൊണ്ട് അവരുടെ ആ രീതിയും അവരുടെ ആ നിലപാടും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ സംഘടനക്ക് നേതൃത്വം നൽകിയ മഹത്വങ്ങളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവരുടെ നന്മകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്തെങ്കിലും സല്ലാത്തുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അർഹമർ റഹീമാനായ പോലെ അതിനൊക്കെ വിട്ടുകൊടുത്ത് വാപ്പാക്കി കൊടുക്കണേ. അവർ നീങ്ങി ചെയ്ത സർവ്വ ഹിദ്മത്തുകളെയും നീ കബൂൽ ചെയ്യണേ. ഈ സംഘടനയ്ക്ക് വേണ്ടി അവൻ ചെയ്തതായ സർവ്വ ഹിദ്മത്തുകൾ ഈ സംഘടനന്റെ പോഷക സംഘടനകൾക്ക് വേണ്ടി ചെയ്തത്, ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി വലിയ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്ത എല്ലാ ഹിദ്മത്തുകളെയും അർഹമർ റഹീമായ തമ്പുരാനെ നീ കബൂൽ ചെയ്യണേ. അവർക്ക് ശേഷം നല്ലതായ ഒരു ഖലഫിനെ ഈ സംഘടനയ്ക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ നമ്മൾ സാധാരണ നമ്മുടെ മഹാന്മാരൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ അതിന് സമസ്ത കേരള ജമീയത്തുലമയുടെ നേതൃത്വ സ്ഥാനത്തുണ്ടാവുന്ന എല്ലാവർക്കും വേണ്ടിയും സമസ്ത കേരള ജമീയത്തുലമ നേരിട്ട് ഇറങ്ങി കൊണ്ടിട്ട് ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കുക. അപ്പോൾ സമസ്ത കേരള ജമീയത്തുലമയുടെ മുഷാവറയുടെ കീഴിലായി കൊണ്ടിട്ട് ആലിക്കുട്ടി മുസ്ലിയാർക്ക് വേണ്ടി ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കണക്ക് അറിയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ അതിനോട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ടവരോട് ഉണർത്തുമ്പോൾ അതുമായി സഹകരിച്ചുകൊണ്ട് വിവരങ്ങളൊക്കെ നൽകണമെന്ന് പ്രത്യേകമായി കൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിലുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മം ബഹുമാനായ സ്റ്റേജിൽ ആരംഭിക്കുകയാണ്. ഭൂമിയിലെ പണ്ഡിതന്മാർ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. കരയിൽ ഇരുൾ പരക്കുമ്പോൾ അവർ വഴിവിളക്കുകളായി പ്രകാശം ചൊരിയുന്നു. മനുഷ്യ സഞ്ചയത്തിന് നേരിന്റെ വഴി കാണിക്കുന്നു. ഭൂമിയിലെ മനുഷ്യരോട് കാരുണ്യത്തോടെ പെരുമാറുന്നു. കുട്ടികളോടും മുതിർന്നവരോടും ഒരുപോലെ വിനയത്തിന്റെ നേർരൂപമായി താഴെ ഇറങ്ങി ചേർന്നു നിൽക്കുന്നു. ഉള്ളവനോടും ഇല്ലാത്തവനോടും ഒരുപോലെ ലാളിത്യത്തിന്റെ പ്രതീകമായി സ്നേഹം ചൊരിയുന്നു. അങ്ങനെ ഒരാൾ കാലത്തിന്റെ കാവ്യഭാവന പോലെ യാഥാർത്ഥ്യങ്ങൾ നെയ്തെടുത്ത് അത്ഭുതങ്ങൾ വിരിയിച്ച് ആർക്കും പരിഭവങ്ങൾ ഉണ്ടാക്കാതെ ഈ ഭൂമിയിൽ നിന്നും പടിയിറങ്ങിപ്പോയ താരകം പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് അറിവിന്റെയും നേരിന്റെയും ആദർശ വഴി 100 വർഷമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന
സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിൽ ഒരു പതിറ്റാണ്ട് കാലം അമര രംഗത്ത് നിന്ന് നയിച്ച പണ്ഡിത ശ്രേഷ്ഠർ, അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ തെളിഞ്ഞു പ്രകാശിച്ച നായകൻ. ഒരു നിയോഗം പോലെ ഓരോ പദവിയും ഉന്നതമായ ദൗത്യ നിർവഹണങ്ങളായി ചരിത്രത്തിന്റെ നല്ല വഴികളിൽ അടയാളപ്പെടുത്തും. 1945 കുന്നത്ത് മൂസ ഹാജിയുടെയും ഇയാത്തുകുട്ടിയുടെയും മകനായി പിറന്ന ഉസ്താദ് അനുഭവങ്ങളുടെ കനൽ പഥങ്ങൾ താണ്ടിയാണ് ജീവിതത്തിന്റെ മഹോന്നതികൾ കെട്ടിപ്പടുത്തത്. പിതാമഹനായ ആലി ഹാജി നടത്തിയിരുന്ന ഓത്തുപള്ളിയിൽ നിന്ന് അറിവിന്റെ ആദ്യ പാഠങ്ങൾ കേട്ടു തുടങ്ങി. 3 വർഷം അവിടെ പഠിച്ചതിന് ശേഷം തിരൂർക്കാട് മാപ്പിള സ്കൂളിൽ ഒരാഴ്ചയോളം ഔപചാരികമായി പോയി. 8ാം വയസ്സിൽ ഇരുമ്പുഴി തെക്കുമൂരി ദർസിൽ പെരിന്തൽമണ്ണ സീതാരി മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ കിതാബോത്ത് തുടങ്ങി. 4 വർഷത്തിനു ശേഷം വളപുരം KT മുഹമ്മദ് മുസ്ലിയാരുടെ പുത്തനങ്ങാടി ദർസിൽ, പിന്നീട് അബ്ദുൽ ഖാദർ എന്ന കായി മുസ്ലിയാരുടെ അരിപ്ര ദർസിലും പെരിമ്പലം വാക്കൂട്ടി മുസ്ലിയാരുടെ പടിഞ്ഞാറ്റുമുറി ദർസിലും പഠനം. 1964 ഉന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂറിയയിൽ ചേർന്നു. ഒരു കാലഘട്ടത്തിന്റെ ജ്ഞാനപ്രപഞ്ചങ്ങളായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, താഴേക്കോട് കുഞ്ഞനബി മുസ്ലിയാർ, ജമാലുദ്ദീൻ മുസ്ലിയാർ, വെല്ലൂർ അബൂബക്കർ മുസ്ലിയാർ എന്നിവരുടെ ഗുരുമൊഴികൾ കേട്ട് ആ കലാലയത്തിൽ നിന്ന് ഒരു പണ്ഡിത ശ്രേഷ്ഠൻ പിറവിയെടുത്തു. 14ാം വയസ്സിൽ തിരൂർക്കാട്ടെ പള്ളി മിഹ്റാബിൽ നിന്ന് ഖുതുബയോതി തുടങ്ങിയ പൊതുജീവിത പ്രയാണം കേരളത്തിൽ ഇസ്ലാമിക ജാഗരണത്തിന്റെ പ്രഭാവലയങ്ങൾ സൃഷ്ടിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ജ്ഞാനവിശുദ്ധിയുടെ പരിമളങ്ങൾ തലമുറകൾക്ക് കൈമാറുന്ന പട്ടിക്കാട് ജാമിയ നൂരിയയുടെയും ആഗോള ഇസ്ലാമിക ബൗദ്ധിക സംവേദനങ്ങളുടെ വിവിധ വേദികളുടെയും തെളിഞ്ഞു ശോഭിച്ച മുഖമായി മാറി. റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്തുസ്താദ് ഷംസുൽ ഉലമയും അടങ്ങുന്ന മഹാപ്രഭാവങ്ങളുടെ നേതൃത്വത്തിൽ പ്രശോഭിതമായ കാലത്ത് 1987 ഒക്ടോബർ 15 സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിതനായി. 2010 സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായി. 2016 ഫെബ്രുവരി 27 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന അഭിമാന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു നിലാവ് പോലെ കടന്നു വന്നു. 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമുദായ ശാക്തീകരണ സംവിധാനങ്ങളും ആത്മീയ തുരുത്തുകളും അടങ്ങുന്ന പ്രസ്ഥാനത്തെ പരിഭവങ്ങൾക്കപ്പുറത്തെ സ്നേഹസമ്പന്നമായ ഇടപെടലുകൾ കൊണ്ട് മൃദുലമായി തലോടി. വരക്കൽ തങ്ങളും പാങ്ങിൽ ഉസ്താദും പറവണ്ണ ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയും കോട്ടുമല ഉസ്താദും വാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളുമെല്ലാം കാണിച്ചു തന്ന വഴിയിൽ സമുദായ ജാഗ്രത ചേർത്തു പിടിച്ച് മുന്നോട്ട് നടന്നു. തളർന്നു പോകുമെന്ന് തോന്നിയ ഘട്ടങ്ങളിലെല്ലാം ഈ ആദർശ ജാഗരണത്തെ കൈപിടിച്ചുയർത്തി. ഒരാളുടെയും മുഖത്ത് ഇരുൾ വീഴ്ത്താതെ ഓരോരുത്തരുടെയും ജാഗ്രത തന്റേതുകൂടിയാണെന്ന് വിശ്വസിച്ച് എല്ലാവരുടെയും നായകനായി 5 പതിറ്റാണ്ടോളം ഉസ്താദിന്റെ അധ്യാപന വെളിച്ചം പുലർന്ന ഭൂമികയാണ് പട്ടിക്കാട് ജാമിയ നൂറിയ അറബിക് കോളേജ്. സമസ്തയുടെ നേതൃത്വത്തിൽ ഉലമായിന്റെയും റുമറായിന്റെയും ആശീർവാദത്തോടെ പിറവിക്കൊണ്ട ഈ മഹോന്നത മതകലാലയം ഉസ്താദിന്റെ ഉൾത്തുടിപ്പായിരുന്നു. ഒരു ജീവിതചര്യ പോലെ പുലരുന്ന ഓരോ പ്രഭാതത്തിലും ജാമിയയുടെ മിഴിപ്പിൽ അലിഞ്ഞു ചേർന്നു. അവിടെ നിന്ന് പോയി അറിവിന്റെ ഒരു വരിയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ മനസ്സ് എപ്പോഴും ആഗ്രഹിച്ചു. ആയിരങ്ങൾക്ക് നേര് പറഞ്ഞു കൊടുത്തു. സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ ജീവിതം സമർപ്പിച്ചു. ഉസ്താദ് ഒരു ജനതയുടെ ശൈഖുൽ ജാമിയയായി. ആഗോള ഇസ്ലാമിക ചലനങ്ങളെ അടുത്തറിയാൻ
പ്രബോധനത്തിന്റെ പുതിയ സാധ്യതകൾ ഉപയോഗിക്കാനും എന്നും ശ്രമിച്ച ധിഷണാശാലിയായ പണ്ഡിതനായിരുന്നു ഉസ്താദ്. 1986 ഇന്ത്യയിലെ ലിബിയൻ എംബസി ഹൈദരാബാദിൽ നടത്തിയ ഇന്റർനാഷണൽ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിച്ചതു മുതൽ ഉസ്താദ് സമസ്തയുടെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ആഗോളമുഖമായി മാറി. 1987 ഹൈദരാബാദ് ഇഫു യൂണിവേഴ്സിറ്റിയുടെ സിലബസ് രൂപീകരണ സമിതി അംഗമായി. 2012 മുസ്ലിം വേൾഡ് ലീഗിന്റെ ഫിഖ് കൌൺസിൽ അംഗമായതോടെ ആഗോളതലത്തിലെ വിവിധ പണ്ഡിത അക്കാദമിക കൂട്ടായ്മകളിൽ പലതവണ രാജ്യത്തിന്റെ പ്രതിനിധിയായി. 2006 കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഥമ മലയാളി വൈസ് ചെയർമാൻ. 2003 കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, സംസ്ഥാന മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ, സുപ്രഭാതം ദിനപത്രത്തിന്റെ വൈസ് ചെയർമാൻ, സുന്നി അഫ്കാർ വാലിക, അൽ മുഅല്ലിം മാസിക, അന്നൂർ മാസിക എന്നിവയുടെ ചീഫ് എഡിറ്റർ, സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റ്, സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിൽ വൈസ് ചെയർമാൻ, കാസർഗോഡ് സംയുക്ത മഹൽ ജമാഅത്ത് അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലെ ഖാവി, നിരവധി സ്ഥാപനങ്ങളുടെ ഭാരവാഹിത്വം തുടങ്ങിയ ബഹുവിധ ഉത്തരവാദിത്വങ്ങളിലൂടെ ഒരു ജനതയുടെ പ്രതീക്ഷകൾക്ക് ക്രിയാത്മക പ്രവർത്തനങ്ങളുടെ നേരുകൊണ്ട് കാവൽ നീട്ടി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രൗഢമായ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സാക്ഷിയായാണ് കർമ്മനായകൻ വിടവാങ്ങിയത്. 2024 ബാംഗ്ലൂരുവിൽ നടന്ന ശതാബ്ദി പ്രചാരണോദ്ഘാടന വേദിയിൽ സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപിച്ച് പ്രവർത്തകരെ ഇനിയുള്ള ഉത്തരവാദിത്തങ്ങളുടെ ചൂടറിയിച്ചു. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച ശതാബ്ദി സന്ദേശയാത്രയുടെ കൊടി കൈമാറിയത് സമ്മേളനത്തിന്റെ മുന്നോടിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സമസ്തയുടെ കൊടികൾ വരക്കൽ മഖാമിൽ സ്വീകരിച്ചതും പ്രായാധിക്യത്തിന്റെ അവശതയിലും ആ കൈകളായി. സമ്മേളനാരവങ്ങൾ ഉയർത്തി കാസർഗോഡ് തുണിയയുടെ മണ്ണിൽ ആദർശ വിശുദ്ധിയുടെ മൂവർണ്ണ കൊടി വാനിലേക്ക് ഉയർത്താൻ മഹാസമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ കൂടിയായ അഭിവന്ദ്യ നായകൻ മുന്നിലുണ്ടായിരുന്നു. നന്മയുടെയും നേരിന്റെയും ശാന്തി വഴികൾ പ്രശോഭിതമാകാൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശംസുൽ ഉലമയും കോട്ടുമല ഉസ്താദും കൈമാറിയ ആശയ പാഠങ്ങൾ നിലനിർത്താൻ തലമുറകളുടെ ഭാവി 1000 വെളിച്ചത്തിന്റെ ശക്തിയിൽ ജ്വലിച്ചു നിൽക്കാൻ തന്റെ കർമ്മം വിശുദ്ധമാകണമെന്ന്, തന്റെ തലമുറയും വളരുന്ന തലമുറയും നിഷ്കളങ്കമാകണമെന്ന് ഏതു നേരവും ആഗ്രഹിച്ചു. അതിനുവേണ്ടി സദാ പ്രയത്നിച്ചു, പ്രാർത്ഥിച്ചു. പറഞ്ഞതിലേറെ വലുതും ചെറുതും ഒക്കെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് ശംസുൽ മകനാണ്. ഈ ഇരിക്കുന്നവർ അദ്ദേഹത്തിന്റെ പുത്രനാണ്. ആ സമർപ്പിക്കപ്പെട്ട ലേഖനം റാബിത്തിന്റെ മുമ്പിലും അതിനേക്കാൾ വലിയ സമിതിയിലും ഒക്കെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും, നമ്മൾക്ക് കഴിയും, ശംസുലിന്റെ മക്കൾക്ക് കഴിയും, പേരമക്കൾക്ക് കഴിയും. അതായിരിക്കണം നിങ്ങളുടെ സിദ്ധാന്തം, അതായിരിക്കണം നിങ്ങളുടെ പണി. നിങ്ങൾ ഒരു നിലക്കും തെറ്റിപ്പോകരുത്, പാൽപ്പോകരുത്, നേരെ സിറാത്ത്. 2026 ജൂലൈ 23 സായാഹ്നത്തിൽ കൂരിരുട്ടിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർ ഓർമ്മിപ്പിക്കുന്നത് ഒരു നായകന്റെ നിസ്തുല ജീവിതത്തിന്റെ ഔന്നത്യമാണ്. 10,000ങ്ങളുടെ പ്രാർത്ഥനയും കണ്ണീരും, സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും അനുഗ്രഹങ്ങളും വിതുമ്പലും ഒരു മഹാജീവിതത്തിന് കർമ്മമണ്ഡലം നൽകിയ വാക്കുകൾക്കതീതമായ യാത്രകൾ. അവരുടെ നായകൻ കൊടുത്തിയ വെളിച്ചവും പകർന്ന ഊർജവും സ്വീകരിച്ചു പൂർവികർ കൈമാറിയ ആദർശ വിശുദ്ധിയുടെ മൂവർണ്ണ പതാക താഴാതെ വീഴാതെ സംരക്ഷിച്ച് സത്യത്തിന്റെയും നീതിയുടെയും നിലപാടിൽ ഈ ജനത മുന്നോട്ടു പോകും. കാലം അതിന് വഴിയൊരുക്കി കാവലിരിക്കും.